തിരഞ്ഞെടുപ്പ് ഫലം വരാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എൻ്റെ കൂടെയുള്ളത് പൊന്നാനി നിയമസഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി സക്കീറാണ്. അപ്പോൾ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? പൊന്നാനിക്ക് വെച്ച് പുലർത്തുന്നൊരു പ്രതീക്ഷ എന്ന് പറയുമ്പോൾ പൊന്നാനിയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ആ പ്രതീക്ഷക്കൊത്ത് സ്ഥാനാർത്ഥിയും പ്രവർത്തകരും ജനങ്ങളും ഒരുമിച്ച് ഇറങ്ങിയതിൻ്റെ ലക്ഷണമാണ് വിജയം. ആ വിജയം നാളെ കൈവരിക്കും. എല്ലാ അർത്ഥത്തിലും പൊന്നാനിയുടെ വികസനത്തിൻ്റെ കയ്യൊപ്പ് കൂടി ആ ഒരു സമ്മതിദാന അവകാശ വിജയത്തിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ അകത്തുണ്ടാവുമെന്ന് ഉറപ്പാണ്. ചരിത്ര ഭൂരിപക്ഷത്തിലേക്കൊക്കെ എത്തുമോ? ഈ ഭൂരിപക്ഷത്തെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലൊക്കെ തന്നെ വ്യക്തമായ ഭൂരിപക്ഷം നമുക്ക് ലഭിക്കുന്ന വ്യക്തമായ ഭൂരിപക്ഷങ്ങളെല്ലാം ഒരുമിച്ച് ചേരുമ്പോൾ അത് ചരിത്രം ആകുമോ, അത് അല്ലെങ്കിൽ വിജയത്തിന് ആവശ്യമായ ഭൂരിപക്ഷമാകുന്നോ ഒക്കെ നമുക്ക് നാളെ തീരുമാനിക്കേണ്ടതുണ്ട്. പക്ഷെ എന്ത് വന്നാലും പൊന്നാനിയിൽ വിജയിച്ച് നല്ല ഭൂരിപക്ഷത്തിലേക്ക് മുന്നോട്ട് പോകുമെന്നാണ് ഉറപ്പാണ്. നമ്മൾ ഈ പൊന്നാനിയിൽ കഴിഞ്ഞ് കുറേ വർഷങ്ങളായിട്ട് പലതരത്തിലുള്ള വിമർശനങ്ങൾ ആദ്യഘട്ടത്തിൽ വരുന്നു. പക്ഷേ ഈ ഫലം വരുമ്പോൾ അതൊന്നും അതിനെ ബാധിക്കാത്തൊരു കാഴ്ചയാണ് നമ്മൾ പൊന്നാനി ഇന്ന് കാണാറുണ്ട്. ഇത്തവണ അങ്ങനെ തന്നെ ആയിരിക്കും. അതാണ് പൊന്നാനി. ഈ പൊന്നിൽ എന്ത് ചേർത്തിയാലും പൊന്ന് വേറെ തന്നെ നിലനിൽക്കും. അതുകൊണ്ട് തന്നെ പൊന്നാനി പൊന്നായി നിലനിൽക്കുന്നത് കൊണ്ട് അത് വ്യക്തമായി പൊന്നാനി എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നതാണ്. എന്ത് വിമർശനങ്ങൾ പൊന്നാനിയുടെ മണ്ണിനെതിരെ ഉയർത്തിയാലും ആ മണ്ണ് ഏറ്റവും നല്ല രൂപത്തിൽ തന്നെ പ്രതികരിച്ചുകൊണ്ട് പൊന്നാനിയുടെ ഇടതുപക്ഷ മണ്ണും അതുപോലെ തന്നെ പൊന്നാനിയുടെ ഒപ്പം യാത്ര ചെയ്യുന്ന സഹയാത്രികരും മറ്റ് ബന്ധുമിത്രാദികളെല്ലാം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ പണ്ട് എങ്ങനെ ജയിപ്പിച്ചോ അതേപോലെ തന്നെ ജയിപ്പിക്കാൻ തന്നെ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ ഒരു തർക്കവും പൊന്നാനിക്ക് ബാധിക്കില്ല എന്നുറപ്പാണ്. എക്സിറ്റ് പോളുകളൊക്കെ വരുന്നു. പക്ഷേ കേരളത്തിലെ ഒരു സാഹചര്യം അത് UDF അനുകൂലമാണെന്നാണ് എക്സിറ്റ് പോളുകളൊക്കെ പറഞ്ഞു വയ്ക്കുന്നത്. അങ്ങനെ ആയിരിക്കുമോ? ഈ എക്സിറ്റ് പോള് തന്നെ പരിശോധിച്ചാൽ നമുക്കറിയാം, 2021 എക്സിറ്റ് പോള് ഒരു ബന്ധമില്ലാത്ത രൂപത്തിൽ തന്നെ ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. തോൽക്കുമെന്ന സ്ഥാനാർത്ഥികൾ പോലും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമ്പോൾ എക്സിറ്റ് പോളിൻ്റെ അപാകത, അത് ശാസ്ത്രീയമായ അതിൻ്റെ സാമ്പിളിങ്, അതിൻ്റെ സ്റ്റാൻഡേർഡ് ഇതൊന്നും തന്നെ വ്യക്തമാകുന്നില്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നു 2021. അതുകൊണ്ട് തന്നെ 2021 ചുവട് പിടിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ ആ എക്സിറ്റ് പോളല്ല വലുത്, എക്സാറ്റ് പോളാണ് വലുത്. എക്സാറ്റ് പോളിലൂടെ ഇടതുപക്ഷം ജയിക്കും. വലിയ മുന്നേറ്റം ഇത്തവണയും ഉണ്ടാവും. അത് തന്നെയാണ്. എക്സിറ്റ് പോളുകളല്ല, എക്സാറ്റ് പോളാണ് മുഖ്യം എന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും പറഞ്ഞു വയ്ക്കുന്നത്. ഫലം വരുമ്പോൾ പൊന്നാനിയിൽ ഇരട്ടി മധുരമുണ്ടാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും നമുക്ക് മണിക്കൂറുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളതെല്ലാം കണ്ടു തന്നെ അറിയാം.